വീട്ടിൽ അമ്മയാകെ തകർന്ന അവസ്ഥയിലാണ്. ജിതേന്ദ്രേട്ടനും മക്കളില്ല. പിന്നെ അമ്മയുടെ ഒരേ ഒരു പ്രതീക്ഷ ഹരിതയുടെ കുഞ്ഞിലായിരുന്നു. കുറേ കളിപ്പാട്ടങ്ങളൊക്കെ മുൻകൂട്ടി വാങ്ങിച്ചു വെച്ച് സ്വപ്നം കണ്ട് കഴിയായിരുന്നു അമ്മ. അമ്മ ഇതെങ്ങനെ സഹിക്കും? അമ്മയെ ആശ്വസിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് കൂട്ടിക്കൊണ്ടുവരാൻ. എല്ലാം ദൈവനിശ്ചയ. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കൂ. ഹരിതയുടെ കുഞ്ഞിന് ജനിക്കാൻ മാത്രമേ യോഗം ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിന് ഇവിടെ ജനിക്കാൻ യോഗം ഉണ്ടായിരുന്നില്ല. വിധിയെക്കുറിച്ചും ദൈവനിയോഗങ്ങളെക്കുറിച്ചുമൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണല്ലോ അച്ഛനും അമ്മയും ഒക്കെ. പിറന്നു വീണ കുഞ്ഞിന് ചിലർക്ക് ചില നേരങ്ങളിൽ ആത്മശാന്തി നേരാനേ ഭാഗ്യമുണ്ടാവും. ബാങ്ക് മാനേജറാ. ഹലോ മാഡം, നിങ്ങളുടെ ലോണിന്റെ അടുത്ത ഗഡു ശരിയായിട്ടുണ്ട്. ഇപ്പൊ ബാങ്കിലേക്ക് വന്നാ അതിനെപ്പറ്റി സംസാരിക്കാം. സന്തോഷമുണ്ട് മാഡം. ഞാനും എത്തിക്കൊണ്ടിരിക്കാം. ഇത്ര പെട്ടെന്ന് ശരിയാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. ജഗന്റെ സ്വാധീനത്തിലാണ് കാര്യങ്ങൾ ഇത്രയും വേഗം മുന്നോട്ട് നീങ്ങിയത്.